ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, ആധ്യാത്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാനമായ ഉപവാസം, പ്രാർത്ഥന, ദാനധർമ്മം, ഈ 3 കാര്യങ്ങളെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ നിലപാടാണ് ഇന്ന് തിരുവചനത്തിൽ നാം ശ്രവിക്കുന്നത്. പൊതുവെ പറയും, നീ പറഞ്ഞാൽ പോരാ, പ്രവർത്തിക്കണം എന്ന്. എന്നാൽ ഇന്ന് ക്രിസ്തു പറയുന്നത്, നീ പ്രവർത്തിച്ചാൽ മാത്രം പോരാ, നിന്റെ പ്രവൃത്തിയിലെ ഉദ്ദേശശുദ്ധി അത് നന്മയായിരിക്കണം, ദൈവ മഹത്വമായിരിക്കണം എന്നുള്ളതാണ്. ഒത്തിരിയേറെ നന്മ പ്രവർത്തികൾ നാം ഒക്കെ ചെയ്യുന്നവരാ. എന്നാൽ നീ ചെയ്യുന്ന നന്മ പ്രവർത്തികൾ അടിസ്ഥാനപരമായി നിന്റെ തന്നെ പേരിനു വേണ്ടി, പ്രശസ്തിക്ക് വേണ്ടി നീ ചെയ്യുന്നതാണോ, അഥവാ ദൈവ മഹത്വത്തിനായി ചെയ്യുന്നവയാണോ? ഇതാണ് തമ്പുരാന്റെ ചോദ്യം. അപ്പോൾ പ്രവൃത്തി കൊണ്ട് മാത്രം കാര്യമല്ല. ഇത്രയും നാളും കരുതിയത് നീ പറഞ്ഞാൽ പോരാ, പറയുന്ന കാര്യം പ്രവർത്തിച്ച് കാണിക്കണം എന്നുള്ളതാണ്. എന്നാൽ ആ പ്രവൃത്തിയിൽ തന്നെ കുറെ കൂടി ശ്രേഷ്ഠത കൈവരിക്കണമെങ്കിൽ ഉദ്ദേശശുദ്ധി നന്നായിരിക്കണം. ക്രിസ്തു പറയുക, നീ ദാനധർമ്മം ചെയ്യുമ്പോൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ചെയ്യരുത്. നിന്റെ വലത് കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടത് കൈ അറിയാതിരിക്കട്ടെ, അത്ര രഹസ്യമായിട്ട് നീ ചെയ്യുക. ഇതാ പറയുന്നത്. ചെയ്യുന്ന പ്രവൃത്തി നല്ലതാ, പക്ഷേ അതിൻ്റെ ഉദ്ദേശശുദ്ധി മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയാണെങ്കിൽ നിന്റെ പ്രതിഫലം ആളുകൾ തന്നു കഴിഞ്ഞു, ദൈവത്തിൽ നിന്ന് കിട്ടുകയില്ല എന്നാണ്. ഉപവസിക്കുമ്പോൾ ഇത് തന്നെയാ. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഒന്നും നീ ഉപവസിക്കേണ്ട, മുഖം വിരൂപമാക്കേണ്ട, വികൃതമാക്കേണ്ട കാര്യമൊന്നുമില്ല. നീ മുഖം കഴുകി തൈലമൊക്കെ ഇട്ട് തന്നെ നീ ചെയ്യുക ഉപവാസ പ്രവൃത്തിയും എന്ന് പറയുമ്പോൾ രഹസ്യങ്ങൾ അറിയുന്ന പിതാവ നിനക്ക് പ്രതിഫലം നൽകുന്നത് എന്ന് നീ തിരിച്ചറിയുക. ആകയാൽ ഉദ്ദേശശുദ്ധി നിന്റെ പ്രവൃത്തികളുടെ മഹത്വം വർദ്ധിപ്പിക്കും എന്നുള്ള കാര്യം അടിവരയിട്ട് ക്രിസ്തു പറയുമ്പോൾ, ഇന്നോളം നാം ചെയ്തിട്ടുള്ള സാമൂഹിക പ്രവർത്തനങ്ങളാണ്. നമ്മ എപ്പോഴും പല കാര്യങ്ങളും ചെയ്യുന്നതിനെക്കാട്ടിയും വേഗത്തിൽ വാട്സപ്പിലും ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ ഇട്ട് ആ ചെയ്തത് ഇങ്ങനെ പ്രചരിപ്പിക്കുക എന്നുള്ളത് അത് ഒരു ശീലമായിട്ട്, ഒരു രീതിയായിട്ട് ഇന്ന് മാറിയിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതിലൂടെ സ്വന്തം പേരിൻ്റെ പ്രസക്തിക്കു വേണ്ടിയുള്ള പരിശ്രമങ്ങളായി മാറാതെ ചെയ്യുന്നതിലൊക്കെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഉദ്ദേശശുദ്ധിയോടുകൂടെ നമുക്ക് ചെയ്യുമ്പോൾ ആത്മീയ തലത്തിൽ തീർച്ചയായും നമുക്കും വളർച്ചയുണ്ടാകും, ഉയർച്ചയുണ്ടാകും.